Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. റിയൽ നമ്പേഴ്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീവിസിറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻസ്. നമ്മൾ ഈ റിയൽ നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ബട്ട് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ഈ ഡെസിമൽ എക്സ്പാൻഷൻ, ഇതിൻ്റെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ അത് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 തിയറംസ് ആണ് നമ്മൾ ഈ സെക്ഷൻ്റെ അകത്ത് സ്റ്റേറ്റ് ചെയ്യുന്നത്. ആ തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 2-3 എക്സാമ്പിൾസ്, അത് എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2-3 എക്സാമ്പിൾസ് ആദ്യം ചെയ്ത് നോക്കാം. ഞാനിവിടെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള 3 റാഷണൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ പി ബൈ ക്യൂ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം. അതിൽ ഫസ്റ്റ് നമ്പർ 0.375. എങ്ങനെയാണ് ഇതിനെ പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്നത്? നമുക്കിതിനെ 0.375നെ 375 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. കാരണം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസസ് ആണുള്ളത്. സോ ഡിവൈഡഡ് ബൈ 1000 എന്ന് ഞാൻ ആദ്യം എഴുതി. ഇനി ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് 10ൻ്റെ പവറായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? 375 ഡിവൈഡഡ് ബൈ 10 ക്യൂബ്. അല്ലെങ്കിൽ ഇതിനെ വേറൊരു ചേഞ്ച് കൂടെ ചെയ്യാം. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞ് 2 × 5 അങ്ങനെ എഴുതിയാലോ? 375 ഡിവൈഡഡ് ബൈ 2 × 5 ദ ഹോൾ ക്യൂബ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, ഈ 375നെയും കൂടെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 375നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 × 5 ക്യൂബ്. അതിപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പ്രൈം ഫാക്ടറൈസേഷനൊക്കെ LCM HCFൻ്റെ ഒക്കെ ആ സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കൽ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. അപ്പം 375നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 × 5 ക്യൂബ് എന്നാണ്. ഇപ്പോൾ അതുപോലെ ഇവിടെ 2 × 5 ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 2 ക്യൂബ് × 5 ക്യൂബ്. ഇവിടെ നമുക്ക് 5 ക്യൂബ് കോമൺ ഉണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്പേഴ്സ് വരുന്നത് 3/2 ക്യൂബ്, അല്ലെങ്കിലോ 3/8. അതായത് 3/8 പി ബൈ ക്യൂ ഫോം 3/8 ആയിട്ട് വരുന്ന റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു ഇത് 0.375. നെക്സ്റ്റ് നമ്പർ നോക്കാം. സെക്കൻഡ് നമ്പർ 0.104. 104നെയും പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ ആദ്യം എന്ത് ചെയ്താൽ മതി? പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് ഉള്ളതുകൊണ്ട് അതിനെയും 104 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. 1000ന് നെക്സ്റ്റ് നമുക്ക് 104 ഡിവൈഡഡ് ബൈ 10 ക്യൂബ്, ദെൻ 104 ഡിവൈഡഡ് ബൈ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 5 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഇനി 100 ക്യൂബിനെ ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് നമുക്ക് 2 ക്യൂബ് × 13. 2 ക്യൂബ് × 13 എന്നാണ് ഈ 104ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 2 ക്യൂബ് × 13 എന്നാണ്. സോ ഡിവൈഡഡ് ബൈ ഈ 2 × 5 ദ ഹോൾ ക്യൂബിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം 2 ക്യൂബ് × 5 ക്യൂബ്. ഇവിടെ 2 ക്യൂബ് ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 13/5 ക്യൂബ്, അല്ലെങ്കിൽ 13/125. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 125. അപ്പോൾ നമുക്ക് ഫസ്റ്റിൻ്റെ 3/8 എന്ന് കിട്ടി. രണ്ടാമത്തെ 0.104ൻ്റെ ഡെസിമൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതി കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ കിട്ടിയത്? 13/125. ലാസ്റ്റ് നമ്പർ 0.0875. 0.0875 4 പ്ലേസ് ഉള്ളതുകൊണ്ട് 875 ഡിവൈഡഡ് ബൈ 10,000 എന്ന് വരും. ഇതിനെ 10ൻ്റെ പവറായിട്ട് എഴുതുമ്പോൾ 875 ഡിവൈഡഡ് ബൈ 10⁴ എന്ന് എഴുതാം. അല്ലെങ്കിൽ 10നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 2 × 5 ദ ഹോൾ റേസ് ടു 4 ആകും. അതുപോലെ 875നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 7 × 5 ക്യൂബ് എന്നാണ്. 875നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 7 × 5 ക്യൂബ്. സോ 7 × 5 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 × 5 ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 2⁴ × 5⁴. ഇവിടെ 5 ക്യൂബ് 5⁴ 5 ക്യൂബ് ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൈനിങ് ടേം എന്ന് പറഞ്ഞാൽ 7/2⁴ × 5 ഈക്വൽ ടു 7/80. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3
ഡെസിമൽ എക്സ്പാൻഷനും കറസ്പോണ്ടിങ് ആയിട്ട് p/q ഫോമിലുള്ള റാഷണൽ നമ്പേഴ്സ് കിട്ടി. ഇനി ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്ററിൻ്റെ കോമൺ നേച്ചർ എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 0.375നെ p/q ഫോമിൽ എഴുതിയപ്പോൾ 3/2 ക്യൂബ്, 0.104നെ എഴുതിയപ്പോഴേക്കും 13/5 ക്യൂബ്, അതുപോലെ തന്നെ 0.0875ൻ്റെ വന്നിരിക്കുന്നത് 7/2⁴ × 5. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കോമൺ നേച്ചർ കാണുന്നുണ്ടോ? ഈ ലാസ്റ്റ് നമ്പർ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ മിഡിൽ ടേം ആണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഡിനോമിനേറ്റേഴ്സ് 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 2ഉം 5ഉം ഇങ്ങനെ മാത്രമേ നമ്പേഴ്സ് വന്നിട്ടുള്ളൂ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോഴേക്കും അല്ലെങ്കിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ മാത്രമാണ്? ഒന്നല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ ബോത്ത് 2 and 5. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ അതായത് ക്യൂവിൻ്റെ ഫോം എന്ന് പറയുന്നത് നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാം? p/qയിലെ q is of the form 2m into 5n അല്ലെങ്കിൽ 2n into 5m, where m and n are non-negative integers. Non-negative integers. That means 0 എടുക്കാം. നെഗറ്റീവ് നമ്പേഴ്സ് അല്ല, 0, 1, 2, 3 എക്സെട്ര എന്നുള്ള വാല്യൂസ് ആണ് എമ്മും എന്നും ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് 0.375 ചെക്ക് ചെയ്യുമ്പോൾ അറിയാം അവിടെ n എന്ന് പറയുന്നത് എന്താ? 0. അതായത് ഇതിനെ ഒന്നുകൂടെ ഞാൻ ചേഞ്ച് ചെയ്ത് എഴുതിയ 3/2 ക്യൂബ് ഇൻറ്റു വേണമെങ്കിൽ എനിക്ക് 5ൻ്റെ പവർ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് 5⁻0 എന്ന് എഴുതാം. അപ്പോൾ അത് 2m into 5n എന്നുള്ള ഫോമിലായി, വേർ m = 3 and n = 0. സെക്കൻഡ് നമ്പറിലോ 13 ഇവിടെ 5 ക്യൂബേ ഉള്ളൂ, അപ്പോൾ വേണമെങ്കിൽ എനിക്കതിനെ 2⁻0 into 5 ക്യൂബ്. അപ്പോൾ m എന്ന് പറയുന്നത് അവിടെ 0യും n എന്ന് പറയുന്നത് 3യും ആയി. ലാസ്റ്റത്തെ നമ്പറിൽ 7/2⁴, അത് ഓൾറെഡി 2ഉം 5ഉം രണ്ട് നമ്പേഴ്സും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ m എന്ന് പറയുന്നത് 4ഉം n അവിടെ 1ഉം ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ തിയറം ഇനി സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? എന്താണ്? അതായത് ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ p/qയിലെ ക്യൂവിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? 2m into 5n. അതായത് അവിടെ ഉള്ള പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏത് മാത്രമേ വരുള്ളൂ? 2ൻ്റെയും 5ൻ്റെയും പവേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 3 എക്സാമ്പിളിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എങ്ങനെ ഒരു തിയറമായിട്ട് സ്റ്റേറ്റ് ചെയ്യാമെന്ന് നോക്കാം. Theorem 1.5. Let x be a rational number whose decimal expansion terminates. Then x can be expressed in the form p/q, where p and q are coprime. എന്തായിരുന്നു coprime? pക്കും qനും 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവില്ല. അതായത് p/q എന്നുള്ളത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ and the prime factorization of q is of the form 2m into 5n, where m and n are non-negative integers. അതായത് ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് p/q ഫോമിലെ ക്യൂവിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? 2m into 5n. 2ൻ്റെയും 5ൻ്റെയും പവേഴ്സ് മാത്രമേ വരുള്ളൂ. എമ്മും എന്നും നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അതിന് എമ്മിനും എന്നിനും 0യും എടുക്കാം. നെഗറ്റീവ് നമ്പേഴ്സ് അല്ലാതെ 0, 1, 2, 3 അങ്ങനെയുള്ള ഏത് നമ്പേഴ്സ് വേണേലും എമ്മിനും എന്നിനും എടുക്കാനും പറ്റും. അടുത്ത തിയറം ഇതിൻ്റെ നേരെ കോൺവേഴ്സ് ആണ്. അതായത് ഇവിടെ ഫസ്റ്റ് തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്തത്? ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ p/qയിലെ ക്യൂവിൻ്റെ ഫോം 2m into 5n ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? p/qയിലെ ക്യൂവിൻ്റെ ഫോം 2m into 5n ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അതാണ് അടുത്ത നെക്സ്റ്റ് തിയറം 1.6 സ്റ്റേറ്റ് ചെയ്യുന്നത്. അത് നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത അതേ എക്സാമ്പിൾസ് തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്തു തരാം ഞാനത്. ഫസ്റ്റ് നമ്പർ 3/8 എടുത്തു. 3/8നെ ഇനി ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വരുന്നത് 3/8നെ 2 ക്യൂബ് എന്ന് ഞാൻ എഴുതി is equal to 3/2 ക്യൂബ് ഇൻറ്റു, ഞാനിതിനെ ഡിനോമിനേറ്റർ 10ൻ്റെ പവറായിട്ട് എഴുതാൻ പോവുകയാണ്. ഇവിടെ 2 ക്യൂബ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഇൻറ്റു 5 ക്യൂബ് ചെയ്തു. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ ചേഞ്ച് ആകാതിരിക്കാൻ ന്യൂമറേറ്ററിലും 5 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നേരത്തെ സെയിം എക്സാമ്പിൾസ് തന്നെയാണ് കേട്ടോ, നമ്പേഴ്സ് ഒന്നും കൊണ്ട് ഫിഗേഴ്സ് ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ 3 into 5 ക്യൂബ് എന്ന് പറയുമ്പോഴേക്കും എത്രയാണ് വരുന്ന നമ്പർ? 375 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 into 5 10 ദ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ 1000. സോ 375 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുമ്പോഴേക്കും 0.375. അപ്പോൾ നോക്കിയേ 3/8 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെ വന്ന് ടെർമിനേറ്റിംഗ് ആണ്, അത് 0.375.
ഇവിടെ ഡിനോമിനേറ്റർ ക്യൂവിൻ്റെ ഫോം എന്തായിരുന്നു? 2 ക്യൂബ് 2 റേസ് ടു എം ഇൻറ്റു 5 റേസ് ടു എൻ. 5ൻ്റെ പവർ ഇവിടെ 0 ആണെന്നുള്ളത്, അത് കുഴപ്പമില്ല. ഏതെങ്കിലും 2ഓ 5ഓ അല്ലെങ്കിൽ ബോത്ത് 2 and 5 ഇതിലേതെങ്കിലും എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ ഫോമിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അടുത്ത സെക്കൻഡ് നമ്പർ നോക്കാം നമുക്ക്. സെക്കൻഡ് നമ്പർ ഏതായിരുന്നു? 13/125. 13/125 എന്ന് പറഞ്ഞാൽ 13 ഇവിടെ എല്ലാം കോപ്രൈം നമ്പേഴ്സ് ആട്ടോ. 13 125ന് കോമൺ ഫാക്ടർ ഒന്നും 1 അല്ലാതെ വേറെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ 3യും 8ഉം എടുത്തു കഴിഞ്ഞാലും 3ൻ്റെയും 8ൻ്റെയും കോമൺ ഫാക്ടർ 1 ആണ്. അതുകൊണ്ടാണ് അവരുടെ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിൽ വേർ പി ആൻഡ് ക്യു ആർ കോപ്രൈം എന്ന് പറയുന്നത്. അപ്പോൾ 13/125 എന്ന് പറയുന്നത് 5 ക്യൂബ്, അല്ലെങ്കിൽ ഇവിടെ 10ൻ്റെ പവറായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ 5 ക്യൂബ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഒരു 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിനെ നമ്മൾ 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 13 × 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 104 ഡിവൈഡഡ് ബൈ ഇത് 10 റേസ് ടു 3 അല്ലെങ്കിൽ എത്ര വരും? 1000. സോ ഇവിടെ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞാൽ 0.104. ഇവിടെ നോക്കിയേ 13/5 ക്യൂബ്. ഇവിടെ ക്യൂ ഈസ് ഓഫ് ദ ഫോം 2 റേസ് ടു എം ഇൻറ്റു 5 റേസ് ടു എൻ 2 റേസ് ടു 0 × 5 റേസ് ടു 3. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടി. ഒരു എക്സാമ്പിൾ കൊണ്ട് നോക്കാം. തേർഡ് നമ്പർ 7/80. 7/80 എന്ന് പറയുമ്പോൾ അത് 7 ഡിവൈഡ് ബൈ 8നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 റേസ് ടു 4 × 5. 2 റേസ് ടു 4 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ ഇവിടെ ഹയസ്റ്റ് പവർ ഉള്ളത് ഏതാ? 2 റേസ് ടു 4. അപ്പോൾ 5നെയും കൂടെ 5 റേസ് ടു 4 എന്ന് വന്നാലേ ഉള്ളൂ അത് 10 റേസ് ടു 4 ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഓൾറെഡി 5 ഉള്ളതുകൊണ്ട് 5 × 5 ക്യൂബാണ് ഞാൻ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിലും 5 ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 7 × 5 ക്യൂബ് എന്ന് പറയുമ്പോഴേക്കും 875 ആണ് നമ്പർ വരുന്നത്. താഴെ ഇപ്പോൾ ഇതെന്തായി? 10 റേസ് ടു 4. 2 റേസ് ടു 4 × 5 റേസ് ടു 4 ദാറ്റ് ഈസ് 10 റേസ് ടു 4 അല്ലെങ്കിൽ 10,000. അപ്പം 875/10,000 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 0.0875. ഇവിടെ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് ക്യൂവിൻ്റെ ഫോം നോക്കി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ദിസ് ഇസ് ഓൾസോ ഓഫ് ദ ഫോം 2 റേസ് ടു എം ഇൻറ്റു 5 റേസ് ടു എം where m equal to 4 and n is equal to 1. അപ്പോൾ ഇവിടെ ഈ തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു p/q ഫോമിലുള്ള ഒരു റാഷണൽ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യൂ ഇസ് ഓഫ് ദ ഫോം 2 റേസ് ടു എം ഇൻറ്റു 5 റേസ് ടു n ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ? ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ക്യൂവിൻ്റെ ഫോം 2 റേസ് ടു എം ഇൻറ്റു 5 റേസ് ടു n ആയിരിക്കും. ഇനി നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്ന തിയറം ക്യൂവിൻ്റെ ഫോം 2 റേസ് ടു എം ഇൻറ്റു 5 റേസ് ടു n ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. തിയറം 1.6 let x is equal to p/q be a rational number such that the prime factorization of q is of the form 2 raised to m into 5 raised to n where m and n are non-negative integers. Then x has a decimal expansion which terminates. അതുപോലെ തന്നെ ഇവിടെയും പിയും ക്യൂവും കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഒരു നമ്പർ 6/15 എടുക്കുക. ഒരു p/q ഫോം ഞാൻ കൺസിഡർ ചെയ്തു 6/15. ഇപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏതാ നമ്പർ കിടക്കുന്നത്? 15 ആണ് അല്ലേ? 15 എന്ന് പറയുന്നതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 × 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ തിയറം 1.6ന് തിയറം 1.6 പറയുന്നത് എന്താ? ക്യൂവിൻ്റെ ഫോം 2 റേസ് ടു എം ഇൻറ്റു 5 റേസ് ടു n ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കുള്ളൂ. സോ ബൈ ദാറ്റ് തിയറം ഇപ്പോൾ ഇവിടെ ക്യൂ 3 × 5 ആണ് കിടക്കുന്നത്. ഇപ്പോൾ 3 എന്ന് പറയുന്ന നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെന്ന്? ഈ തിയറം വെച്ച് നമുക്ക് നോക്കുമ്പോഴേക്കും റോങ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ 6/15 എന്ന് പറയുന്നതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറിയാം അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ 0.4 ആണ്. ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ 6ഉം 15ഉം എങ്ങനെയുള്ള നമ്പേഴ്സാണ്? കോപ്രൈം ആണോ? അല്ല. 6നും 15നും കോമൺ ആയിട്ട് 1 അല്ലാതെ 3യും കൂടെ ഒരു ഫാക്ടറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്യൂ 15 ആയിട്ട് എടുത്തപ്പോഴേക്കും ഇങ്ങനെ നമുക്ക് 3 എന്ന് പറയുന്ന ഒരു നമ്പർ കൂടെ വന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം 6നെയും 15നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 2 താഴെ 5 2/5 എന്ന് വരും. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്താൽ ക്യൂ എന്ന് പറയുന്ന 5 ആണ്. ദിസ് ഈസ് ഓഫ് ദ ഫോം 2 റേസ് ടു 0 ഇൻറ്റു 5 റേസ് ടു 1. സോ ബൈ ദ തിയറം 1.6 ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ടെർമിനേറ്റ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോപ്രൈം എന്നുള്ള കാര്യം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു തിയറം കൂടെ സ്റ്റേറ്റ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഞാനൊരു നമ്പർ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകും. ഒരു റാഷണൽ നമ്പർ കൺസിഡർ ചെയ്യാൻ പോകുന്നത് 1/7.
അപ്പോൾ ഈ 1/7 എന്ന് പറയുന്നതിനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡിൽ കൂടെ ചെയ്യാൻ പോവാണ്. 1/7. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ (1)<7 ആയതുകൊണ്ട് നമുക്കിവിടെ ആദ്യം പോയിന്റ് കൊടുക്കുക, 0 കൊടുത്തു. ദെൻ 1 കോഷ്യൻ്റ് 1 വരും. നമുക്ക് 1 × 7 7, റിമൈൻഡർ 3, again 0, then 4, ഇപ്പോൾ 28, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2, then 20, അടുത്തതോ 2, 7 2s are 14, സബ്ട്രാക്ട് ചെയ്യുമ്പം 6, then 60 60, അടുത്തത് 8 8 7s are 56, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4, റിമൈൻഡർ 4 കിട്ടി. ദെൻ 40 വരുമ്പോൾ 7 5s are 35. ഇത് 9th പഠിച്ചിട്ടുള്ളതാണല്ലോ അല്ലേ ലോങ് ഡിവിഷൻ മെത്തേഡ് നിങ്ങൾ. ദെൻ റിമൈൻഡർ 5, ദെൻ 50, 7 7s are 49, റിമൈൻഡർ 1 10. ദെൻ പിന്നെ എന്ത് തന്നെ വരും 1, പിന്നെയും ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. റിമൈൻഡർ 30, ഇവിടെ വരുന്ന അതേ സ്റ്റെപ്പ് തന്നെയായിരിക്കും ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഷ്യൻ്റ് നമുക്ക് പിന്നെ എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്, ഈ 1 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് 4 2 8 7 8 5 7 ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. അതായത് ഈ 1/7 എന്ന് പറയുന്ന P/Q ഫോമിലുള്ള റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, നോൺ ടെർമിനേറ്റിംഗ്. അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 1428 57, പിന്നെയും 142857 എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതായത് ടെർമിനേറ്റ് ചെയ്യാതെ റെക്കറിങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ്, രണ്ടും സെയിം മീനിങ് തന്നെയാണ്. റെക്കറിങ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. 1/7 ഡിനോമിനേറ്റർ Q എന്ന് പറയുന്ന ഏത് ഫോമിലും അല്ല, 2m × 5n. ഇവിടുത്തെ Q എന്ന് പറയുന്നത് നമുക്ക് 7 ആണ്, വിച്ച് ഈസ് നോട്ട് ഇൻ ദ ഫോം 2m × 5n. നെക്സ്റ്റ് തിയറം നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ ലെറ്റ് x is equal to P/Q എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ഉണ്ട്. അതിൻ്റെ Q വിച്ച് ഈസ് നോട്ട് ഓഫ് ദ ഫോം 2m × 5n ആണെങ്കിൽ then that rational നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്കിനി നോക്കാം. തിയറം 1.7, let x is equal to P/Q be a rational number such that the prime factorization of Q is not of the form 2m × 5n where m and n are non-negative integers. Then x has a decimal expansion which is non-terminating repeating. അതായത് P/Qയിൽ Q is not of the form 2m × 5n ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇനി ഞാൻ 2-3 എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്പർ 23/8. അതായത് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഈ തിയറി യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് 23 and 8 ആർ കോപ്രൈം. സോ നമുക്കിനി Q എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, Q ഈസ് 8 ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 2³ അല്ലേ. അതായത് ഇത് 2m × 5n എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും, ടെർമിനേറ്റിംഗ്. ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഈ 23/8ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത് 2.875 എന്നാണ്. 2.875 എന്നാണ് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്പർ 125/441. 125ഉം 441ഉം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുമ്പോഴേക്കും വരുന്നത് 125 എന്ന് പറഞ്ഞാൽ 5³ 441 എന്ന് പറയുമ്പോഴേക്കും വരുന്നത് 3² × 7² എന്ന് വരും. 3² × 7². അപ്പോൾ ഇത് ഏത് ഫോമിലാണ്, 3² × 7². So it is not in the form of 2m into denominator is not in the form of Q. Q is not in the form of
2 raised to m into 5 raised to n. Therefore എന്ത് പറയാം, ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് എന്ന് പറയാം. ദെൻ അടുത്തത് ലാസ്റ്റ് നമ്പർ 129 ഇത് ഓൾറെഡി പ്രൈം ഫാക്ടറൈസേഷനിൽ തന്നെയാണ് ഡിനോമിനേറ്റർ തന്നിരിക്കുന്നത്. 129 2 square into 5 raised to 7. Here q is of the form 2 square into 5 raised to 7. അതായത് this is of the form 2 raised to m into 5 raised to n where m equal to 2 and n is equal to 7. അപ്പോൾ ഇവിടെ നമ്മൾ തിയറം 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ദിസ് ഈസ് ഓൾസോ ടെർമിനേറ്റിംഗ്. ഇതിൻ്റെയും ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ടെർമിനേറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ? അതായത് പി ബൈ ക്യൂ ഫോമിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് പിയും ക്യൂവും കോപ്രൈം ആണെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കോപ്രൈം അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്യൂ കൺസിഡർ ചെയ്യുക. ആ ക്യൂ 2 raised to m into 5 raised to n എന്നുള്ള ഫോമിലാണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ നിന്ന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിരിക്കുന്നത് അതായത് ഇതുപോലത്തതൊക്കെ. ആഫ്റ്റർ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 23/8 വിൽ ടെർമിനേറ്റ്. ആഫ്റ്റർ ഹൗ മെനി ഡെസിമൽ പ്ലേസസ് ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 23/8 വിൽ ടെർമിനേറ്റ്. എത്ര ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ആവുന്നത്? ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി 23/8 2.875 എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് ആഫ്റ്റർ 3 ഡെസിമൽ പ്ലേസസ് എന്ന് ആൻസർ എഴുതാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്യൂ എന്ന് പറയുന്നത് 8 ആണത് 2 ക്യൂബാണ് അല്ലേ? സോ ആഫ്റ്റർ 3 ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ആവുന്നതെന്ന് അവിടെ നിന്ന് തന്നെ അതിൻ്റെ പവർ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അതായത് ഇപ്പം തേർഡ് ക്വസ്റ്റിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ 129/2 square into 5 raised to 7. ഇപ്പോൾ ഇവിടെ 2ൻ്റെ 5ൻ്റെയും പവേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഹയസ്റ്റ് പവറാണ് നോക്കേണ്ടത് കേട്ടോ. ഹയസ്റ്റ് പവർ ഇവിടെ എത്രയാണ്? 5 raised to 7. അപ്പോൾ ഇത് 129/2 square into 5 raised to 7 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കാൽക്കുലേറ്ററിലോ വല്ലതും എടുത്ത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ആഫ്റ്റർ 7 ഡെസിമൽ പ്ലേസസ് ഇറ്റ് വിൽ ടെർമിനേറ്റ്. 7 ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടായിരിക്കും ടെർമിനേറ്റ് ആവുന്നത്. അതായത് തന്നിരിക്കുന്ന ക്യൂവിലെ ഹയസ്റ്റ് പവർ ഉള്ളത് ഏതാണോ ആ പവർ ആയിരിക്കും നമ്മുടെ അത്രയും ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടായിരിക്കും ആ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ആവുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങനെയുള്ള റിസൾട്ട്സുകളും ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ എക്സസൈസ് ചെയ്യാം. ആകെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. അത് കഴിയുമ്പോഴേക്കും ഞാൻ ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് തരുന്നുണ്ട്. അത് 1 മാർക്കിന് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ എക്സസൈസ് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.